അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പൊരുത്തപ്പെടുന്ന നല്ല മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകൾ കാണാനായിട്ടുണ്ട്. അള്ളാഹു ആ പറഞ്ഞ ഉദ്ദേശങ്ങളൊക്കെ സഫലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ മജ്ലിസുകളിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ നമ്മളത് വായിക്കാറുണ്ട്. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയ മജ്ലിസുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മക്കളെ മദ്രസ പഠിപ്പിക്കുന്ന, മദ്രസ ട്യൂഷൻ എടുപ്പിക്കുന്ന, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ അവരെ ഓതാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ഒരു ഉസ്താദ് എന്ന രീതിയിൽ അത് മുതിർന്ന ആളുകൾക്കുള്ള അവസരമുണ്ട്. എത്ര പ്രായമാണെങ്കിലും ആരും കാണാതെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഖുർആൻ ഓതാൻ പഠിക്കാം, മറ്റു വിഷയങ്ങൾ പഠിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിച്ച് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നമ്മോട് വാട്സപ്പിലൂടെ മറ്റ് വന്ന് ചോദിക്കാറുണ്ട്. സാധേ ഗൾഫിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലാണ്, മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല, കഫീൽ നിന്ന് ലീവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാനേജറിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല, ജോലിയിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല, ഷോപ്പിൽ ലീവില്ല, ഇങ്ങനെ പരാതികൾ ഒരുപാട് പറയാറുണ്ട്. ഉസ്താദെ, വർഷങ്ങളായി നാട്ടിലേക്ക് പോയിട്ട് കൃത്യമായിട്ട് ലീവ് നമുക്ക് അനുവദിച്ചു തരുന്നില്ല എന്നൊക്കെ പ്രയാസം പറയുന്ന ആളുകളോട്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരം ചെയ്യുമെന്നത് ഒരു സംശയവുമില്ല. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സൂറത്തു യാസീനിലെ 9-ാമത്തെ ആയത്ത്, സൂറത്തു യാസീനിലെ 9-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. സൂറത്തു യാസീനിലെ 9-ാമത്തെ ആയത്താണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്താണ് നാം ഇവിടെ ഓതേണ്ടത്. എങ്ങനെ ഓതണം? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് 11 പ്രാവശ്യം ബിസ്മി കൂട്ടി, ഓരോന്നിലും ബിസ്മി ചൊല്ലി 11 പ്രാവശ്യം ഈ ആയത്ത് ഓതുക. ഈ ആയത്ത് ഓതുന്ന സമയത്ത് ലീവ് അനുവദിച്ച് കിട്ടണം എന്ന് മാനസികമായിട്ട് നമ്മൾ കരുതുകയും ചെയ്യുക. എന്നിട്ട് ഈ ആയത്ത് 11 പ്രാവശ്യം ഓതുക. എന്നിട്ട് ലീവ് ചോദിക്കാൻ വേണ്ടി നമ്മൾ പോകുമല്ലോ, ആ പോകുന്ന സമയവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും 11 പ്രാവശ്യം ഈ ആയത്ത് തന്നെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അങ്ങനെ 11 പ്രാവശ്യം ഓതി നാം വീട്ടിൽ നിന്ന് ഇറങ്ങി, പ്രിയപ്പെട്ടവരെ, നാം അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ലീവ് ചോദിക്കുകയാണെങ്കിൽ അത്ഭുതം കണക്കെ നിങ്ങൾക്കുദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അവർ ലീവ് അനുവദിച്ച് തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇത്തരം വിഷയത്തിൽ ഫത്ഹുണ്ടായ ഒരു ആയത്താണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രത്യേകം ആവശ്യമാണെങ്കിൽ നാം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹ് മാറ്റിത്തരട്ടെ. സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അള്ളാഹു വഴികളൊക്കെ എളുപ്പമാക്കി തരട്ടെ, തെറ്റുകളിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ, ഒറിജിനൽ കാട്ടു തേൻ ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ മുടി കൊഴിച്ചിൽ, താരൻ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല പെർഫെക്റ്റായ എണ്ണ നമ്മൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിൻ്റെ ഹിമമി എയർ ഓയിൽ ഞാൻ തേക്കലൊടുങ്ങി 12 ദിവസത്തേക്ക് തേക്കലൊടുങ്ങി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി. ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും പോയി. മുടികൊഴിച്ചിൽ ഒരു 80% മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ. ഞാൻ 12 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല റിസൾട്ടാണ് ഉസ്താദ്. എനിക്ക്